ഓ എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണാണ്ട വരൂ ഇങ്ങനത്തെ റീൽസോളികൾ കാരണം. പ്രാങ്ക് റീൽസ് എടുക്കുന്നതിന് വേണ്ടി സ്വന്തം അച്ഛനെ ബാഗിലാക്കി കൊറിയർ ചെയ്യാൻ ശ്രമിച്ചു മക്കൾ. ബാംഗ്ലൂര് വയ്യാളിക്കാവിൽ ആണ് സംഭവം. ബാംഗ്ലൂരിലെ ഉഗാദി, റംസാൻ എല്ലാം പ്രമാണിച്ച് ബസ്സിലും ട്രെയിനിലും ഒന്നും ടിക്കറ്റുകൾ ലഭ്യമല്ലാതായി. അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് മക്കൾ ഇത്തരത്തിൽ സ്വന്തം അച്ഛനെ ബാഗിലാക്കി കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയത്. ഇത്രയും ഭാരപ്പെട്ട സാധനം താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയപ്പോൾ കൊറിയർ ഓഫീസിലെ ജീവനക്കാർ ആ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതാ വൃദ്ധനായ പിതാവ് ഇരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ. അദ്ദേഹം വെള്ളം ചോദിച്ചു, വെള്ളം കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം ആ മക്കൾ പിന്നെയും നിർബന്ധിക്കുവാണ് ആ ഓഫീസിലെ ജീവനക്കാരെ ഈ അച്ഛനെ ഇതുപോലെ തന്നെ കൊറിയർ അയക്കണമെന്ന്. എന്ത് മക്കളാണത്! ആ ഓഫീസിൽ എത്തുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരുന്നതിന് അദ്ദേഹത്തിൻ്റെ എന്തോ ദൈവാധീനം എന്ന് പറയാം. ആ ഓഫീസിലെ ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസുകാർ എത്തി. അവർ ചോദിച്ചപ്പോൾ ഈ അച്ഛനും മക്കളും എല്ലാം പറഞ്ഞത് അവർ ഒരുമിച്ച് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത റീലിന് വേണ്ടി ചെയ്ത ഒരു സംഭവമാണെന്നാണ്. ഇത് വാസ്തവമാണോ യഥാർത്ഥമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. ജീവനക്കാർ പോലീസിനെ അറിയിച്ചപ്പോഴത്തേക്കും ആ അച്ഛനാ ബാഗിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ്. പോലീസുകാർ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർ ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ എടുത്താണ് അമ്മയൊക്കെ സമ്മതിച്ചിട്ടാണ് ഇതുപോലെ ബാഗിക്ക്. അവർ പറയുന്നതെല്ലാം ശരിയാണോ, ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം അവർക്ക് ഇതുപോലെ അച്ഛനെ കൊറിയർ വഴി അയച്ചിട്ട് ഉണ്ടായിരുന്നോ എന്നുള്ള എല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരു കടുങ്കൈ പ്രയോഗം തന്നെയാണല്ലേ മക്കൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെന്ന് വേണ്ടില്ല, റീച്ച് ഉണ്ടാക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുക. ഇതാണ് ഇപ്പോഴത്തെ തലമുറയുടെ ട്രെൻഡ്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ചാനലിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, അതിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്നിട്ട് ആ പെൺകുട്ടി റീൽസ് എടുക്കുകയാണ്. വീഡിയോയിൽ ഞാൻ അത് കഴിച്ചു, ഇത് കഴിച്ചു, എന്തെല്ലാം ചെയ്തു. ഇപ്പോൾ കുട്ടികൾ അങ്ങനെ പിള്ളേർക്ക് മാനസികമായി കുടുംബപരമായുള്ള വ്യക്തിബന്ധങ്ങളോടൊന്നും അടുപ്പമില്ലാതായിരിക്കുന്നു. അച്ഛനെ കൊണ്ടുപോയി കളയാൻ കണ്ടുപിടിച്ച മാർഗമായിരിക്കുമോ ഒരുപക്ഷേ ഇത്. ജന്തുക്കളെ പോലെയാണെങ്കിൽ ഇത്തരത്തിൽ ബാഗിലാക്കി കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമമായിരിക്കും. അപ്പോഴാണ് സ്വന്തം അപ്പൻ ഒരു ജീവനുള്ള മനുഷ്യനാണ് ഇതുപോലെ കൊറിയർ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഓർക്കണം. ക്രിമിനൽ മൈൻഡ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. നാടിനെ നാണം കെടുത്താൻ ഓരോ ജന്മങ്ങൾ എന്ന് തന്നെ പറയേണ്ടി. മക്കൾക്കെതിരെ കേസ് വരാതിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്തായിരിക്കും അമ്മ. എന്തായാലും പോലീസുകാർ വന്നപ്പോൾ മാപ്പ് പറഞ്ഞ് ആ ജീവനക്കാരോട് അവർ തടിയൂരിയെന്നാണ്. കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവരുടെ ഈ കടുങ്കൈ പ്രയോഗത്തിൽ ബാഗ് അഴിച്ചു നോക്കിയില്ല. ഇതെന്താണ് ഇത്രയും വലിയ വസ്തു എന്ന് അന്വേഷിക്കാതെ മറ്റോ അവർ കൊറിയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അത് ചെയ്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആ ജീവനക്കാരുടെ ഓഫീസിലെല്ലാം അവസ്ഥ. ആ ജീവനുള്ള ആ മനുഷ്യൻ്റെ ബാഗ് കടന്നു പോകുന്ന വഴികളിലൂടെ എത്ര ആളുകളുടെ ജീവിതം, അവരെല്ലാം എന്തെല്ലാം സമാധാനം ഇയാളുടെ ജീവന് വേണ്ടി പറയേണ്ടിയിരുന്നിരിക്കാം. ബാഗ് തുറന്നു നോക്കിയോണ്ട് എത്ര പേര് രക്ഷപ്പെട്ടു അല്ലേ. റീൽസോളികൾ എന്തൊക്കെ സാഹസികതകളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇനി ഇങ്ങനത്തെ ദുർബുദ്ധികൾ ആർക്കും തോന്നാതിരിക്കട്ടെ.